അയ്യ വണക്കം. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ പഴയ രാജ്യമല്ല, അതായത് ഇന്ത്യ പഴയ ഇന്ത്യയല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. പക്ഷേ സുഡാപ്പികൾക്ക് മാത്രം ഇതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും അവർക്കത് പറ്റില്ല, കാരണം അവർക്ക് വേണ്ടതൊരു മതരാജ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് ദീർഘദൂരമായി നരേന്ദ്രമോദി തടയിട്ടു എന്നുള്ളതും ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഉൾക്കൊള്ളാനായിട്ടുള്ളൊരു കഴിവുണ്ടല്ലോ, അത് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം 2047 ആകുമ്പോഴെങ്കിലും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ കഴിയുമെന്ന് പോപ്പുലർ ഫ്രണ്ട് എപ്പോഴും പറയുമായിരുന്നു. അത് വിശ്വസിച്ച് എന്തൊക്കെയാണ് നമ്മളിവിടെ കിടന്ന് തുള്ളിച്ചാടിയത്, എല്ലാം ഒറ്റ രാത്രി കൊണ്ട് അവസാനിച്ചില്ലേ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ വിഷമം എന്ന് പറയുന്നത് അതിൽ കുറച്ച് കാര്യമുണ്ട്. അതുകൊണ്ട് അവരുടെ വിഷമത്തിൽ ഞാൻ പങ്കുചേരുന്നു എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് പറയാനായിട്ട് സാധിക്കൂ. പക്ഷേ വെളച്ചിലെടുത്താൽ നെഞ്ചിൽ ഓട്ട വീഴും എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം കേന്ദ്രം ഭരിക്കുന്നത് നല്ല കുട്ടികളാണ് എന്നുള്ളതാണ്. ഇനി പോപ്പുലർ ഫ്രണ്ട് കീപ്പുലർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി കുത്തി നിർത്തുകയല്ല, പൊക്കിക്കൊണ്ട് പോകും, പിന്നീട് പുറം ലോകം കാണില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തതായിട്ട് ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഇപ്പോൾ വലിയൊരു യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ആണ് എന്ന് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ പറയേണ്ടി വരും. നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ 2.0 വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിൻ്റെ ഇടയിൽ വേറൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് നമ്മുടെ രാജ്യം ഹൈഡ്രജൻ ബോംബ് പരീക്ഷിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. ഇതെൻ്റെ ഇന്ത്യയല്ല, എൻ്റെ ഇന്ത്യ ഇങ്ങനെയല്ല എന്ന് പല കമ്മിക്കൂട്ടന്മാരും ഇപ്പോൾ തന്നെ നിലവിളി തുടങ്ങിയിട്ടുണ്ട്. ഹൈഡ്രജൻ ബോംബാണ് ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്നത്. ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ ആറ്റം ബോംബിനെക്കാട്ടിലും 10 മടങ്ങ് ശക്തിയുള്ള ബോംബാണ് ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്നത്. ഈ ബോംബ് പരീക്ഷിക്കാൻ പോകുന്നതിന് പുറമെ നമ്മുടെ രാജ്യത്ത് ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ബേ ഓഫ് ബംഗാളിൽ നോട്ടാം പ്രഖ്യാപിക്കുന്നു, അഗ്നി മിസൈലുകൾ പരീക്ഷിക്കുന്നു അപ്പുറത്തെ സൈഡിൽ. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് സർക്രീക്ക്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക വരെയുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള നോട്ടാം പ്രഖ്യാപിച്ച് ഓപ്പറേഷൻ തൃശൂൽ എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള സൈനിക സംയുക്താഭ്യാസം നടത്തുന്നു. കര, നാവിക, വ്യോമ 3 സേനകളും സംയുക്തമായി ചേർന്നാണ് ഈ അഭ്യാസങ്ങൾ നടത്തുന്നത്. ഇതിനുശേഷം നമ്മുടെ മുംബൈ, ഡൽഹി പോലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള നഗരങ്ങളിൽ നോട്ടാം നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ എന്ത് പരീക്ഷണമാണ് നടത്തുന്നത് എന്ന് എനിക്കറിയില്ല. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരീക്ഷണമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 2035 നമ്മുടെ രാജ്യത്തെ സമ്പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യും, വ്യോമ പ്രതിരോധം കൊണ്ട് മുഴുവനായിട്ട് കവചം തീർക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനുശേഷം താർ മരുഭൂമി, അതായത് മരുഭൂമിയിൽ ഒരു സെൻറ്റിനൽ സ്ട്രൈക്ക് നടക്കുന്നുണ്ട് എന്നുള്ള മറ്റു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് അവിടെയും വലിയ രീതിയിലുള്ള എന്ത് നടക്കുന്നുണ്ട്, ഈ സൈനികാഭ്യാസം അവിടെയും നടക്കുന്നുണ്ട്. ഇനി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മ്യാൻമർ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ചൈന ഇത്രയുമായിട്ട് അതിർത്തി പങ്കിടുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ സമ്പൂർണ്ണമായിട്ട് നോട്ടാം പ്രഖ്യാപിക്കാനായിട്ട് പോവുകയാണ്. നവംബർ 6 മുതൽ 20 വരെ പ്രഖ്യാപിച്ച് സൈനികാഭ്യാസങ്ങൾ നടത്താൻ പോവുകയാണ്. ഡിസംബർ 4 മുതൽ 15 വരെ ഇത് പ്രഖ്യാപിക്കാൻ പോകണം. അത് കഴിഞ്ഞ് ജനുവരി 1 പ്രഖ്യാപിക്കാൻ പോകണം. അപ്പോൾ അവിടെ 3 വട്ടമാണ് നോട്ടാം പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത്. പ്രഖ്യാപിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സൈനികാഭ്യാസങ്ങൾ നടത്താനായിട്ട് പോവുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനു പുറമെ നമ്മുടെ ലഡാക്കിൽ വലിയൊരു സംയുക്ത സൈനികാഭ്യാസം കഴിഞ്ഞു. ഡ്രോണുകളുടെ ഒരു സംയുക്ത സൈനികാഭ്യാസം കഴിഞ്ഞു. ഇനി അരുണാചലിൽ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ചൈന എപ്പോഴും അതിർത്തി മാന്താൻ വരുന്ന ഒരു പ്രദേശമാണ് അരുണാചൽ എന്ന് പറയുന്നത്. ഈ അരുണാചലിൽ നമ്മൾ പർവ്വതനിരകളിൽ, ഈ പർവ്വതനിര എന്ന് പറയുമ്പോൾ ഭയങ്കര കഠിനമായിട്ടുള്ള പർവ്വതനിരയാണ്. ഈ പർവ്വതനിരകളിൽ നമ്മൾ സൈനികാഭ്യാസം നടത്താനായി പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 വിഭാഗങ്ങൾക്കിടയിലെ യുദ്ധ പോരാട്ട ശേഷിയും ടെക്നിക്കൽ ഇൻവോൾവ്മെൻറ്റും എന്നിവ സംയോജിപ്പിക്കുക. അതായത് സായുധ സേനയുടെ ഈ 3 വിഭാഗങ്ങൾക്കിടയിലെ ടെക്നിക്കൽ ഇൻവോൾവ്മെൻറ്റും പിന്നെ സൈനിക ശേഷിയും എല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് അത് പരീക്ഷിക്കാനുള്ളൊരു നീക്കമാണ് നമ്മളവിടെ നടത്തുന്നത്. മെച്ചൂക്ക എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. മെച്ചൂക്ക അരുണാചൽ പരിക്കനായിട്ടുള്ള പർവ്വത പ്രദേശങ്ങളിൽ, പർവ്വതനിരകളിൽ ഈ മെച്ചൂക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ്. 2023 ബാലപ്രഹാർ എന്ന് പറയുന്ന ഒരു സൈനികാഭ്യാസം നമ്മൾ ഓൾറെഡി നടത്തിയിരുന്നു. ഇനി അതിനുശേഷം 2024 പൂർവി പ്രഹാർ എന്ന് പറഞ്ഞൊരു സൈനികാഭ്യാസം നമ്മൾ നടത്തിയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കറണ്ടില്ല എന്ന് പറയുമ്പോൾ എന്തിനാ കറണ്ട്, ബൾബ് കത്തിക്കഴിഞ്ഞാൽ ചൈന വന്ന് ബോംബിടും എന്ന് പറയുന്ന ഒരു സർക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ബാലാപ്രഹാരും പൂർവി പ്രഹാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ്, അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു തീസ്ത പ്രഹാർ ഇവിടെ നടത്തിയിരുന്നു. ബംഗ്ലാദേശിന് അപ്പോൾ ഒരു തോന്നലുണ്ടായിരുന്നു, ഇന്ത്യ എന്തോ പണ്ട് മൂക്കളെ ഒലിപ്പിച്ച് ബസ്സിൽ, കാട്ടാക്കട ബസ്സിൽ തൂങ്ങി നടന്നിരുന്ന പഴയ എല്ലുന്തി രാജേന്ദ്രനല്ല ഞാൻ എന്ന് ഏതോ സിനിമയിലും നമ്മുടെ ശ്രീനിവാസൻ പറയുന്നത് പോലെ പഴയ ഇന്ത്യയാണ് എന്നൊരു തോന്നൽ ബംഗ്ലാദേശിനുണ്ട്. അതായത് ഒരു സൈഡിൽ നമ്മൾ അടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ സൈഡ് വീക്കാണെന്നാണ് ബംഗ്ലാദേശ് വിചാരിച്ചിരുന്നത്. നമ്മൾ ഒരു സൈഡിൽ നിരന്തരമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ അടി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മൾ എന്താണ് ചെയ്തത്, നമ്മളെ മിസൈൽ S-400 ചപ്പും ചവറെല്ലാം കൊണ്ടിറക്കിയിട്ട് അവിടെ തീസ്ത പ്രഹാർ എന്ന് പറഞ്ഞൊരു സൈനികാഭ്യാസം അവിടെ നടത്തി. അപ്പോൾ ബംഗ്ലാദേശിന് മനസ്സിലായി ഇവ ആൾ പുലിയാണ്, നമ്മളിപ്പോൾ കാണുന്നത് പോലെയൊന്നുമല്ല
മാത്രമല്ല നമ്മൾ നിൽക്കുന്നിടത്താണ് നിൽക്കുന്നത്, പക്ഷേ ഇവൻ വളർന്ന് എവിടെ പോയി, നമ്മളാണത് മനസ്സിലാക്കാത്തത് എന്ന് ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ ബാലാപ്രഹാർ, അത് കഴിഞ്ഞിട്ട് ഈ പൂർവി പ്രഹാർ 2024, ഇപ്പോൾ 2025 പൂർവി പ്രചണ്ഡ് പ്രഹാർ എന്ന് പറഞ്ഞാൽ വലിയൊരു സംയുക്ത സൈനികാഭ്യാസം ചൈനയെ വിറപ്പിക്കാനായിട്ട് നമ്മൾ നടത്തുകയാണ്. സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള കമ്മികൾക്കൊക്കെ ചൈന എന്ന് പറഞ്ഞാൽ ബാഹുബലിയാണ്, അറിയാമല്ലോ, അവരുടെ രാജ്യമാണ്, മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പൂർവി പ്രചണ്ഡ് പ്രഹാർ നമ്മൾ നടത്താൻ പോകുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും നമ്മളവിടെ നടത്താൻ പോകുക? കാരണം ഈ ചൈനയും നമ്മളുമായിട്ട് ഏറ്റുമുട്ടുന്ന പ്രദേശങ്ങളെല്ലാം ഈ വലിയ മൗണ്ടൻ ടെറൈൻസാണ്. ഇപ്പോൾ പർവ്വത യുദ്ധത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ളത് ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം. അതിഗംഭീരമായിട്ടുള്ള വാർഫെയർ ആണ് നമുക്കുള്ളത്. അത്ര ഗംഭീരമായിട്ടുള്ള സൈനികരാണ് നമ്മൾ പർവ്വതത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സൈനികരുടെ കയ്യിൽ നിന്നും പരിശീലനം നേടാനായിട്ട് പല ആൾക്കാരും വന്നു പോകുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ ചൈന എന്ത് ചെയ്യുകയാണ്, അവരുടെ അതിർത്തിയിൽ നമ്മളെ കൗണ്ടർ ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. നല്ല ചിലവ്, നല്ല രീതിയിൽ ഇറക്കിയാണ് പണിത്, നല്ല കാശിറക്കി തുട്ട് വാരി എറിഞ്ഞാണ് ഇവന്മാർ പണിത് വെച്ചിരിക്കുന്നത്. ഈ പണിത് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഇവന്മാർ ഉരുക്ക് പാളി കൊണ്ട് അടയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ സാറ്റലൈറ്റ് ഇമേജ് കിട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ ഇട്ട് തരാം. അതാ, ഇതാണ് ഇതിൻ്റെ സാറ്റലൈറ്റ് ഇമേജ്. അപ്പോൾ ഈ ഉരുക്ക് പാളി കൊണ്ട് ഇവന്മാർ ഇതെല്ലാം അടച്ചടച്ചടച്ച്, അതായത് ഇന്ത്യയുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഇവന്മാർ അടച്ചടച്ചടച്ച് വയ്ക്കുകയാണ്. ഈ ചൈനീസ് ലിബറേഷൻ ആർമിയുടെ മിസൈൽ ലോഞ്ചിങ് പാഡ്, എയർ ഡിഫൻസ് സിസ്റ്റം, റഡാർ എല്ലാം എക്സ്ട്രാ ഹാർട്ടൻഡ് ആയിട്ടുള്ള അയൺ ഷീറ്റുകൾ കൊണ്ടാണ് ഇവന്മാർ എന്ത് ചെയ്യുന്നത്, സമ്പൂർണ്ണമായിട്ട് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ അടച്ചു വയ്ക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരവുണ്ട്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നൊരു സംഭവം നടത്തിയപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ പാകിസ്ഥാൻ്റെ അമേരിക്കൻ മെയ്ഡ് ലോക്ക്ഡ് മാർട്ടിൻ ക്ലാസിക് റഡാർ സിസ്റ്റത്തിനെയൊക്കെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സംഭവം, ഈ അമേരിക്കൻ മെയ്ഡ് മാർട്ടിൻ റഡാർ സിസ്റ്റത്തിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യയുടെ ബ്രഹ്മോസ് അങ്ങോട്ട് അയച്ചു കാണും എന്ന് നിങ്ങൾ വിചാരിക്കും. പഴമാണ്. ഇന്ത്യ ഒന്നും അയച്ചില്ല. 10,000 രൂപയിലെ ഡ്രോണാണ് ഇന്ത്യ അങ്ങോട്ട് അയച്ചത്. അത് ആരും ഉണ്ടാക്കി തന്നു? നമ്മുടെ സ്റ്റാർട്ടപ്പ് പിള്ളേർ നമുക്ക് ഉണ്ടാക്കി തന്നു. അത്ര കിടിലുമായിരുന്നു ഇന്ത്യ ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ലോകരാജ്യങ്ങൾ ഇങ്ങനെ കണ്ണ് തള്ളിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഒന്നും കയറി ഇടഞ്ഞത് വെറുതെ അല്ല. ഓപ്പറേഷൻ സിന്ദൂർ നടത്തി കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യ എന്നമാർക്ക് മനസ്സിലായി. അപ്പോൾ ഈ റഡാർ സംവിധാനത്തിനെ തകർക്കാനായിട്ട് നമ്മൾ എന്തിനാണ് ഇത്രയും വലിയ ബ്രഹ്മോസൊക്കെ അയക്കുന്നത്? ഒരു ബ്രഹ്മോസ് എന്നൊക്കെ പറഞ്ഞാൽ 20-30 കോടിയൊക്കെയാണ്. ഇപ്പോൾ ഈ ബ്രഹ്മോസ് ഒന്നും അതിന് വേണ്ട. അതൊക്കെ നിൻ്റെയൊക്കെ നൂർഖാൻ പോലുള്ള ബേസുകൾക്കും നിൻ്റെയൊക്കെ ഈ ആണവ നിലയങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ആണവ പോർമുനകൾ സൂക്ഷിച്ചിരിക്കുന്ന കിരാന കുന്നുകൾ, അവിടെയൊക്കെ നമ്മൾ ബ്രഹ്മോസ് അടിച്ചിട്ട് തരാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 10,000 രൂപ ഡ്രോണൊക്കെ മതി എന്ന് പറഞ്ഞ് ഈ ഡ്രോണുകൾ ഈ മുറ്റക്കാട്ടം മുറ്റി ചിലവുള്ള ഈ സാധനത്തിൽ നമ്മളെടുത്ത് അങ്ങ് അടിച്ചിട്ട് കൊടുത്ത് അതോട് തകർന്ന് തരിപ്പണമായി. ഇത് പോരാത്തതിന് നമ്മളവിടെ പ്രയോഗിച്ചത് ലോട്ടറിൻ മ്യൂണീഷൻസ്, നമ്മുടെ ഡിറ്റക്റ്റീവ് ഡ്രോൺസ്, പോരാത്തതിന് ആകാശ് തീർ എന്നിവ പോലുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ പ്രയോഗിച്ചത്. അപ്പോൾ ഇതൊക്കെ വളരെ ചിലവ് ചുരുക്കിയുള്ള സാധനങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്തു, നമ്മളവിടെ ചിലവ് ചുരുക്കിയുള്ള സാധനങ്ങൾ വെച്ച് അടിച്ചു. നമ്മളെ പിള്ളേർ ഉണ്ടാക്കി തന്ന സാധനമാണ് സ്റ്റാർട്ടപ്പിൽ. ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും, സ്റ്റാർട്ടപ്പ് വഴി ഒരുപാട് ഡിഫൻസ് സാധനങ്ങൾ ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട്. ഡ്രോൺ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ ഡ്രോണിൻ്റെ മതിൽ തീർക്കാനുള്ളൊരു സെറ്റപ്പാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം നാറ്റോയെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പോളണ്ടിൻ്റെ അതിർത്തിയിൽ പോയിട്ട് ഒന്ന് ചൊറിഞ്ഞിട്ട് റഷ്യ 5-6 ഡ്രോണുകൾ അങ്ങോട്ടേക്ക് ഡ്രോണുകൾ അയച്ചപ്പോൾ യവന്മാരുടെ ഡിഫൻസ് സിസ്റ്റമൊക്കെ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്, എയർ ഡിഫൻസ് സിസ്റ്റം, അതൊക്കെ വെച്ച് ഡ്രോണിനെയൊക്കെ അടിച്ചിട്ടു എന്നാണ് യവന്മാർ പറഞ്ഞത്. പിന്നീട് യവന്മാർ അമേരിക്കയുടെ മുമ്പിലും UN-ൻ്റെ മുമ്പിലും ചെന്ന് പറഞ്ഞത്, റഷ്യ അയക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ ഡ്രോണുകളാണ്, നല്ല പവർഫുള്ളുമാണ്. നമ്മളിത് അടിച്ചിടാനായിട്ട് കൊണ്ടുവയ്ക്കുന്ന, അതായത് വെറും 11,000 രൂപയിലെ ഡ്രോണൊക്കെയാണ് അവ ഇങ്ങോട്ട് അയക്കുന്നത്, വെറും തുച്ഛമായ ഡോളറിനുള്ള ഡ്രോണുകൾ. നമ്മളിതൊക്കെ അടിച്ചിടാൻ കൊണ്ടുവയ്ക്കുന്ന മെഷീൻ എന്നൊക്കെ പറഞ്ഞാൽ $4 ലക്ഷം മെഷീനൊക്കെയാണ്, എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെയാണ് നമ്മളിത് അടിച്ചിടാനായിട്ട് കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മുടെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ചോർന്ന് പോവുകയാണ്. അങ്ങനെ ചോർന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് നടക്കുന്ന കേസല്ല എന്ന് ഇവർ പറഞ്ഞു. പോരാത്തതിന് 2-3 ഡ്രോൺ വന്ന് ഈ സാധനങ്ങളെ അടിച്ച് തകർക്കുകയും ചെയ്തു. ഇങ്ങനൊരു വാർത്തയും ഈ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധമെന്ന് പറഞ്ഞത് അവർക്ക് ചിലവേറിയതായി മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വളരെ ചിലവ് ചുരുക്കി യവന്മാരെ എങ്ങനെ അടിച്ചൊതുക്കാം എന്നുള്ളത്, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല, പക്ഷേ അതിൻ്റെ പൈസയിൽ, അതായത് പണമോ തുച്ഛം ഗുണമോ മെച്ചം, ആ ഒരു നയമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. വെറുതെ അല്ല ആത്മനിർഭർ ഭാരത് എന്നൊക്കെ നരേന്ദ്രമോദി പറഞ്ഞിട്ട് ചുമ്മാ തേരാപ്പാര അങ്ങനെ ടൂർ അടിച്ച് നടക്കണമെന്ന് നീയൊക്കെ പറയുമല്ലോ. വെറുതെ അല്ല പുള്ളിക്കാരൻ ടൂർ അടിക്കാനായിട്ട് പോകുന്നത്. അതിനകത്ത് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം വന്നപ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യ ആയിരുന്നു, ഇപ്പോൾ അത് മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് മാറി. വല്ല അറിഞ്ഞാൽ ദേശാഭിമാനി മാത്രം വായിച്ചാൽ ഈ അറിവൊന്നും കിട്ടില്ല. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളൊക്കെ മാറുന്ന ഒരു സെറ്റപ്പാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ചൈന പോലും ഇന്ത്യയെ ഭയന്നുകൊണ്ട്
അവന്മാരുടെ ഈ സാധനങ്ങളൊക്കെ ഇരുമ്പ് കൂടിട്ട് മൂടുന്ന വല്ലാത്തൊരു സെറ്റപ്പാണ്. അതായത് ഒട്ടും പ്രൊഫഷണലിസം ഇല്ല. അപ്പോൾ ഇരുമ്പ് കൂടിട്ട് മൂടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിനിടയിലാണ് ഇന്ത്യ ഇത്രയും വലിയ സംയുക്ത സൈനിക അഭ്യാസം ഇന്ത്യയുടെ 4 സൈഡിലും നടത്തുന്നുണ്ട്. നമ്മുടെ കപ്പാസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ 2.5 വാർഫെയർ 2.5 ഫ്രണ്ട് വാർ തുടങ്ങും, അല്ലെങ്കിൽ ആ വാർ ഫ്രണ്ട് തുറക്കണമെന്നാണ് യഥാർത്ഥത്തിൽ കരസേനാ മേധാവി പറഞ്ഞത്. 2 ഇപ്പുറത്ത് പാകിസ്ഥാനിൽ, പിന്നെ അപ്പുറത്ത് നിന്ന് ആ സമയത്ത് ബംഗ്ലാദേശ് അടിക്കുമെന്ന് പറഞ്ഞുകൂടെ അവനും 1 തുറക്കേണ്ടി വരും. 0.5 നമ്മുടെ രാജ്യത്തിനകത്താണ്. ആ സമയത്ത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ചിലവന്മാർ കലാപമൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തണം, അവന്മാരെ അടിച്ചു ഒതുക്കണം. അപ്പോൾ അതും ഉണ്ട്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു 4 ഫ്രണ്ട് വാർഫെയർ ആണ് തുറന്നിരിക്കുന്നത്. മുകളിലൊരെണ്ണം, സൈഡിലൊരെണ്ണം, നോർത്ത് ഈസ്റ്റിലൊരെണ്ണം, താഴെ ഒരെണ്ണം, ഇന്ന് 4 സൈഡിലും നമ്മൾ വാർ ഫ്രണ്ട് തുറന്നിരിക്കുകയാണ്. അതിനുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾ പല ഭാഗത്തും നടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ശരി.